Hi all, this is the tutorial for NFR TST Rally app. ഇതൊരു നാവിഗേഷൻ ആപ്പാണ്. TST റാലി ചെയ്യുന്ന ടൈമിൽ നിങ്ങളെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഈസിയർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇത് നിങ്ങൾ റാലി ചെയ്യുമ്പോൾ ഏർലി ആയിട്ടാണോ പോണത്, ലേറ്റ് ആയിട്ടാണോ പോണത്, അല്ലെങ്കിൽ ഐഡിയൽ ടൈം പിടിച്ചിട്ട് സീറോ പിടിച്ചിട്ടാണോ പോണത് ഡിറ്റർമിൻ ചെയ്യണ ഒരു ആപ്പാണിത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ചാർട്ട് എൻ്റർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓഡോമീറ്റർ കാണാൻ പറ്റും, ആൻഡ് നിങ്ങൾക്ക് TC ആഡ് ചെയ്ത് കൊടുത്ത് ഓരോ TCയും നിങ്ങൾ കറക്റ്റ് എത്ര പെനാൽറ്റി എടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ ഇനി എങ്ങനെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് ഇനി പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ നിങ്ങളൊരു ഡെവലപ്പർ മോഡ് അക്കൗണ്ട് ആക്കണം. ബിക്കോസ് വി ആർ ഇൻ ദ ടെസ്റ്റിംഗ് മോഡ് ഓഫ് ദിസ് ആപ്പ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെവലപ്പർ മോഡിലോട്ട് ആക്കിയാലാണ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിലെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിലോട്ട് പോവുക, താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് സെറ്റിങ്സിലോട്ട് പോവുക. എന്നിട്ട് സെറ്റിങ്സിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴത്തായിട്ട് അബൌട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അബൌട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടിയിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് കാണാൻ പറ്റും. ഈ ആൻഡ്രോയിഡ് വേർഷൻ നിങ്ങൾ 7 ടൈംസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു കൗണ്ട് ഡൗൺ ഉണ്ടാകും, എത്ര ക്ലിക്സ് ഉണ്ട് ഇനി ബാക്കി നിങ്ങൾക്ക് ഡെവലപ്പർ മോഡിലോട്ട് പോകാനായിട്ട്. ആ 7 ടൈംസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയൊരു ഡെവലപ്പർ മോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഈ ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഈ ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യണം, വിച്ച് ഇസ് കോൾഡ് ഇന്റേണൽ ആപ്പ് ഷെയറിംഗ്. ഈ ഇന്റേണൽ ആപ്പ് ഷെയറിംഗ് ചെക്ക് ബോക്സ് ഓക്കെ ആണെങ്കിൽ, എനേബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ NFR എന്ന് പറഞ്ഞ ആപ്പ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് NFR റാലി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ടുള്ള പേജിലോട്ട് പോകും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഇൻസ്റ്റാൾ NFR റാലി ആപ്പ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നീഡ് ഫോർ റാലി NFR റാലി ആപ്പ് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ന്യൂ റാലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ റാലീൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ റോട്ടോവിഷൻ 2026 അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ബട്ടൺ ഞെക്കുക. ഞെക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സ്പീഡ് ചാർട്ട് ആയിരിക്കും. സോ സ്പീഡ് ചാർട്ടിൻ്റെ ഓപ്ഷൻ ഞെക്കുക. അതിൽ ഫസ്റ്റ് നമുക്ക് ഓഡോ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഓഡോ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ഓഡോയും സ്പീഡും ആണെങ്കിൽ ഈ ഓഡോ സ്പീഡുമ്പോൾ ബ്ലാക്ക് ആയിട്ട് കിടപ്പില്ലെന്ന് കൺഫേം ആക്കുക. അതല്ല നിങ്ങൾക്ക് ഫ്രീ സോണിന് നിങ്ങൾക്ക് ഓഡോയും ടൈമുമാണ് തന്നേക്കുന്നത്, സ്പീഡ് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഡോ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഓഡോയും കൊടുക്കാൻ ടൈമും കൊടുക്കാനായിട്ട്. സോ ഫസ്റ്റ് നമുക്ക് ഒരു സ്പീഡ് ചാർട്ട് എൻ്റർ ചെയ്യാം. ഓഡോ സ്പീഡ് 0 to 1 കിലോമീറ്റർ at 25 കിലോമീറ്റർ സ്പീഡ്, 1 to 2.3 കിലോമീറ്റേഴ്സ് at 35 കിലോമീറ്റർ പെർ അവർ. ഇനി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഓഡോ ടൈം കൊടുക്കാം. ഫ്രീ സോണാന്ന് കൺസിഡർ ചെയ്യുക. 2.3 to 3.3 കിലോമീറ്റേഴ്സ് in 1 മിനിറ്റിൽ കവർ ചെയ്യണം. സോ ഇവിടെ ഒരു ഫ്രീ സോൺ ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ നമുക്ക് ഇനി സ്പീഡ് ചാർട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ 2.3 തൊട്ട് 3.3 വരെ നമ്മൾ 1 മിനിറ്റിൽ കവർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡ് ചാർട്ട് എൻ്റർ ചെയ്തു. ഇനി 3.3 തൊട്ട് നെക്സ്റ്റ് കിലോമീറ്റർ 4th കിലോമീറ്റർ വരെ നമ്മൾ 45 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നമ്മൾ പോകുന്നു. നമ്മൾ സ്പീഡ് ചാർട്ട് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് സ്പീഡ് ചാർട്ടിൽ എന്തെങ്കിലും എഡിറ്റേഴ്സോ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തുന്നെങ്കിൽ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ പർട്ടിക്കുലർ സ്പീഡ് ചാർട്ട് എൻട്രി കൊടുക്കാം. സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിലും ഓഡോ ചേഞ്ച് ചെയ്യണമെങ്കിലും ഒക്കെ. ആൻഡ് എന്നിട്ട് നമ്മൾ സേവ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സ്പീഡ് ചാർട്ട് സേവ്ഡ് ആയിക്കോളും. നൗ ഇനി റാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് റാലി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഗനൈസർ തരുന്ന സ്റ്റാർട്ട് ടൈം നമ്മളിവിടെ ടൈമായിട്ട് കൊടുക്കണം. 13:49 അല്ലെങ്കിൽ 15 അങ്ങനെ നമുക്ക് എത്രയാണോ നമ്മുടെ കറക്റ്റ് ടൈം പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 1:50 PM ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, വിച്ച് ഇസ് 13:50. ആൻഡ് നമ്മൾ TC കൊടുക്കുക. സോ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം എന്തോരമാണെന്ന് നമുക്കിതിൽ അറിയാൻ പറ്റും. നൗ ഇതാണ് നമ്മുടെ മെയിൻ റാലി പേജ്. സോ ഈ റാലി പേജിൽ നമുക്ക് ഇപ്പോൾ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പർ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കറണ്ട് ഓഡോ, നമ്മൾ മോഷനിലായിരിക്കുമ്പോൾ നമ്മുടെ ഓഡോ എന്തോരം പോകേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്സിലായിട്ട് കറണ്ട് സ്പീഡ്, അതാണ് നമുക്ക് കറണ്ട് നമ്മൾ പോണ സ്പീഡ് എത്രയാണെന്ന് അറിയുന്നത്. ആൻഡ് അതിൻ്റെ മുകളിൽ കറണ്ട് സ്പീഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റത്തെ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് സ്പീഡ് ചാർട്ട് എൻട്രി ആണ്. നമ്മൾ എത്രാമത്തെ ഓഡോ വരെയാണ് 25 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകേണ്ടതെന്നുള്ളതാണ് ആ ഇൻഫർമേഷൻ. നമുക്ക് മെയിനായിട്ട് വേണ്ടതിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഓഡോ ആൻഡ് കറണ്ട് സ്പീഡ്.
ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡൗണിലുള്ള കറണ്ട് സ്പീഡാണ് നമുക്ക് മേജറായിട്ട് വേണ്ടത്. നൗ അതിനേക്കാൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേണ്ടൊരു ഫീച്ചറാണ് നമുക്ക് ഡെൽറ്റ ടൈം എന്ന് പറഞ്ഞ ഫീച്ചറാണ് നമ്മൾ ഏർലി ആയിട്ടാണോ പോകുന്നത് ലേറ്റ് ആയിട്ടാണോ പോകുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ ഗ്രീൻ ആയിട്ട് ഡെൽറ്റ ടൈം പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഏർലി. ലേറ്റ് ആയിട്ട് ഡെൽറ്റ ടൈം പോവുകയാണെങ്കിൽ അത് ഓറഞ്ച് കളറായിരിക്കും. നിങ്ങൾക്ക് ഐഡിയലി 0 ക്ലോസറായിട്ട് പിടിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പെനാൽറ്റി സെറ്റവും കുറയുന്നത്. ആൻഡ് നിങ്ങളൊരു റാലി സ്റ്റാർട്ട് ചെയ്യാൻ പോണതിൻ്റെ സമയത്ത് ഓർഗനൈസർ സ്റ്റാർട്ട് ടൈം ചേഞ്ച് ആയെന്ന് പറഞ്ഞു. സോ ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ലെഫ്റ്റിലത്തെ ബാർ ഓപ്പൺ ചെയ്യാം, നിങ്ങൾക്ക് ചേഞ്ച് സ്റ്റാർട്ട് ഈസി ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ആൻഡ് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ടൈം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നേരത്തെ 1:50 PM ആയിരുന്നു, ഓർഗനൈസർ ഒന്ന് പറഞ്ഞു 1:52 നിങ്ങളുടെ സ്റ്റാർട്ട് ടൈം. സോ നിങ്ങളുടെ ഇവിടെ 1:52 എന്ന് പറഞ്ഞ് കൊടുക്കുക, സേവ് കൊടുക്കുക, നിങ്ങളുടെ കാൽക്കുലേഷൻ അതനുസരിച്ച് റിവൈസ്ഡ് ആവും. ഈ സൈഡ് ബാർ തുറക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഇൻഫർമേഷൻസും ഉണ്ട്. ഇത് നിങ്ങൾ 0.01 എന്ന് പറഞ്ഞ പ്ലസ് മൈനസ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് യുവർ കറണ്ട് ഓർഡർ ടു +0.01 ഓർ -0.01 ആസ് സീൻ. ഇവിടെ നിങ്ങൾ കറണ്ട് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ 0.01 ആയിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്, കുറയുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ പോയിന്റിൽ പോകാൻ പറ്റും. ഈ ക്വിക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഫുള്ളി നമ്മുടെ ഓർഡർ ചേഞ്ച് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് യൂസിങ് ദ ചേഞ്ച് ഓർഡർ ഫീച്ചർ. ഈ ചേഞ്ച് ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഡെൽറ്റ കാൽക്കുലേഷൻ അതനുസരിച്ച് അപ്ഡേറ്റ് ആവും. നൗ നമ്മൾ ഇനി ഒരു റാലിക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ റാലി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഓർഡർ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ പോകുന്ന സ്പീഡ് ഇവിടെയും കാണാൻ പറ്റും. നിങ്ങൾ ഏത് സ്പീഡ് ചാർട്ടിലാണോ ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത് ആ സ്പീഡ് ചാർട്ട് ചേഞ്ച് ആകുമ്പോൾ വരുന്ന വോയിസ് ആണ് ഇത്. Speed change 35.0, auto change 2.3. -40 late. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റാലി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ആൻഡ് വെൻ യു അപ്രോച്ച് ഒരു ടി സി ചെക്ക് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത്. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള സൈഡ് ബാർ ഓപ്പൺ ചെയ്യുക, TC എന്ന് പറഞ്ഞ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ആൻഡ് മാർഷൽ പറയുന്ന ഒരു ടൈം, ആ ടൈം നിങ്ങൾ ഇവിടെ കൊടുക്കുക. ആൻഡ് ആഡ് TC കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആ TCയിലുള്ള പെനാൽറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ TCന്ന് പോകാനായിട്ട് നിങ്ങൾക്ക് എത്ര സെക്കൻഡ്സ് ഉണ്ടെന്നും ഏർലിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റാലിക്ക് പോകാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് ഇങ്ങനെ റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ സ്പീഡ് ചാർട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ ഡെൽറ്റ ടൈമിലും ചേഞ്ചസ് വരും. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഈ സൈഡ് ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം കാർഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര പെനാൽറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ടൈം കാർഡ് ഓപ്പൺ ചെയ്താൽ മതി. So that is it, the tutorial for this NFR Rally app. And please note that this is the initial internal testing of this app, and this app may have errors. So നിങ്ങൾക്ക് ആക്ച്വലി വരുന്ന റിസൾട്ടും നിങ്ങളും ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അതിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം. ഇത് നമ്മൾ ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്കൊരു ആപ്പ്, നിങ്ങളുടെ ആപ്പോ നിങ്ങൾക്ക് ഹാർഡ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു സജഷൻ മാത്രമാണ് ഈ ആപ്പ് യൂസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു ഫോർ listening to this tutorial.